മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് വീടൊരുങ്ങുന്നു. മാതൃകാ ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ദുരന്തബാധിതർക്കായി 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് നിർമ്മിക്കുക. വയനാട് പുനരധിവാസം ലോകത്തിന് മാതൃകയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 7 സെന്റ് ഭൂമിയിൽ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്നത്. പുനരധിവാസത്തിനായി 402 ഗുണഭോക്താക്കളെയാണ് സർക്കാർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിക്ക് തറക്കല്ലിട്ടത്. വയനാട് പുനരധിവാസം ലോകത്തിന് മാതൃകയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നാം അനുഭവിച്ച വേദനക്കിടയിൽ ഇത്തരമൊരു ഘട്ടം എല്ലാവരിലും നല്ല വികാരം ഉണർത്തുന്ന സമയമാണ്. നമ്മുടെ നാടിൻ്റെ ഒരുമയുടെ കരുത്താണ് ഇന്നിവിടെ ഈ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. ജനങ്ങളാകെ സ്നേഹനിർഭരമായ സഹകരണം, യോജിപ്പ്, അതിലൂടെ അസാധ്യമെന്ന് പലരും കരുതുന്ന എന്തും സാധ്യമാക്കാനാകും എന്നതാണ് നമ്മുടെ അനുഭവം. വീട് നിർമ്മാണം കൊണ്ട് മാത്രം പുനരധിവാസം അവസാനിക്കില്ല. ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന വിധത്തിൽ പദ്ധതി പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ തന്നെ കണ്ണീരിൽ മുക്കിയ ദുരന്തമാണുണ്ടായത്. കേന്ദ്ര സഹായമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ വായ്പ മാത്രമാണ് അനുവദിച്ചത്. അതിന് സംസ്ഥാനം തിരിച്ചടക്കേണ്ടതുമാണ്. കേരളത്തിന്റെ ഒരുമയും ഐക്യവുമാണ് ഈ ദൗത്യത്തിന്റെ ശക്തിയെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുനരധിവാസത്തോട് സഹകരിച്ചെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന ചടങ്ങിൽ വയനാട് MP പ്രിയങ്ക ഗാന്ധി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാരായ K രാജൻ, മുഹമ്മദ് റിയാസ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, K കേളു തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ ഗുണഭോക്താക്കളും പ്രത്യേക ക്ഷണിതാക്കളായിരുന്നു. വീടുകൾക്ക് പുറമെ പൊതുസ്ഥാപനങ്ങൾക്ക് പ്രത്യേക കെട്ടിടങ്ങൾ, റോഡ്, അനുബന്ധ സ്ഥാപനങ്ങൾ, വ്യാപാര വാണിജ്യ സൗകര്യങ്ങൾ എന്നിവ ടൗൺഷിപ്പിൽ സജ്ജമാക്കും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ടൗൺഷിപ്പ് നിർമ്മാണം നടത്തുക. കിഫ്കോൺ കൺസൾട്ടന്റ് ഏജൻസിയായി പ്രവർത്തിക്കും. 1ാംഘട്ട ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ട 242 ഗുണഭോക്താക്കളും സമ്മതപത്രം കൈമാറി. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.